കനിയെയും മണിക്കുട്ടിയെയും തിരുമുറ്റത്തേക്ക് കൊണ്ടുവരണമെന്ന് ഹരിയോട് പറയുന്ന ഏഞ്ചൽ. ഏഞ്ചൽ മണിക്കുട്ടിയുമായി അടുക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ആതിര. ബിസിനസ് ആവശ്യത്തിനായി ഹരിനാരായണനോട് 25 ലക്ഷം രൂപ ചോദിക്കുന്ന സൂര്യനാരായണൻ. തുടർന്ന് കാണുക. ഇങ്ങനൊരു ടൈറ്റ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല ഏട്ടാ. ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ ഓവർ ഡ്രാഫ്റ്റ് എടുക്കാല്ലാതെ വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല. ഇതിപ്പോ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയായില്ലേ. ഇപ്പൊ എത്ര രൂപയുടെ ആവശ്യമുള്ളത്? അത് ഒരു 25 ലക്ഷം രൂപ മതി ഏട്ടാ. അത്രയും വേണം ഏട്ടാ, എങ്കിലേ ശ്വാസം വിട്ടൊന്ന് നിവർന്ന് നിൽക്കാൻ പറ്റൂ. ഇതിനു വേണ്ടി ഇനി ഓടിയെടുക്കാനും മറ്റുമായിട്ടൊന്നും നടക്കണ്ട. പൈസ ഞാൻ തരാം. താങ്ക് യു ഏട്ടാ. ഇപ്പളാ നെഞ്ചിലെ ആളല്ലെന്ന് മാറിയത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഏട്ടനെ കണ്ട എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു കിട്ടും. ഇത് ലാസ്റ്റാ, ഇനി ഇതുപോലെ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഇല്ല, വേണ്ട. ഏഞ്ചൽ മോൾക്ക് സുഖം തന്നെയല്ലേ? കഴിഞ്ഞ തവണ വന്നപ്പോ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. ഇന്നിനി ഏഞ്ചൽ മോളുടെ അടുത്ത് കുറെ സമയം ചെലവഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഞാനെന്ന് പറഞ്ഞ ജീവനാ അവൾക്ക്. അയ്യോ, എന്റെ ബാങ്കിൽ നിന്ന് മോടിയെടുക്കാതെ കാര്യം നടന്നത് ഭാഗ്യമായി. ഇതിപ്പോ ബാധ്യതയൊന്നുമില്ലല്ലോ. ഈ കാശ് തിരിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏട്ടൻ തിരിച്ചു ചോദിക്കൂല. പെൺബുദ്ധി ഇപ്പൊ എങ്ങനെയുണ്ട്? ഇങ്ങനൊരു അഭിനയം കാഴ്ചവെക്കാൻ ഞാനല്ലേ പറഞ്ഞത്. എനിക്കറിയായിരുന്നു ഏട്ടൻ അതിൽ വീഴുമെന്ന്. ഇതിപ്പോ 25 ലക്ഷം ചുമ്മാ കിട്ടിയില്ലേ? വീട്ടിൽ പോയാണ് ഇക്കാര്യം സംസാരിച്ചതെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. നമ്മളോട് സ്നേഹവും കൂറും ഒക്കെ കാണിക്കുമെങ്കിലും പൈസയുടെ കാര്യം വരുമ്പോ ആതിര ഉടക്കും. ആ പറഞ്ഞത് നേരെ. സ്വന്തം അനിയത്തിയാണെങ്കിലും അവളെങ്ങനെ എല്ലാ കാര്യത്തിലും വിശ്വസിക്കാൻ കൊള്ളില്ല. ഏട്ടൻ വാക്ക് തന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ എന്തായാലും അവളെ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അല്ല, നീ എന്റെ കൂടെ വരുന്നുണ്ടോ അതോ? അതെന്താ അങ്ങനൊരു ചോദ്യം? അത് നീയല്ലേ പറഞ്ഞത് ഏഞ്ചലിനോട് കുറച്ച് സമയം ചെലവഴിച്ച് അവളെ കൊഞ്ചിച്ചിട്ടൊക്കെ വരുള്ളൂ എന്ന്. അതിന് ഞാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. 25 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞപ്പോ ഏട്ടനെ ഒന്ന് സുഖിപ്പിക്കാൻ തട്ടിവിട്ടതല്ലേ ഞാൻ. എനിക്കതിനെ കാണുന്നതേ ഇഷ്ടമല്ല, പിന്നല്ലേ കൊഞ്ചിക്കുന്നത്. ആഹാ, അപ്പൊ ഏഞ്ചലിനെ കാണണ്ടേ? നിങ്ങൾ കാണുന്നെങ്കിൽ കണ്ടോ, ഞാൻ പോവാ. ഈടെ നിക്കണേ, ഞാനുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരെ നേർവഴിക്ക് നടത്തുക എന്ന് വെച്ചാ വലിയ പാടാ. ഇപ്പോഴേ ശ്രദ്ധിച്ചില്ലെങ്കിൽ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ളവനാ ഞാനീ പറഞ്ഞ പയ്യൻ. അമിത വേഗതയിൽ ബൈക്കോടിക്കലും ചുറ്റിക്കറങ്ങലും ഒക്കെ ഉണ്ട്. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അവൻ്റെ അമ്മയൊരു പാവ. അവർ പണിയെടുത്ത് ആ കുടുംബം പുലർത്തുന്നത്. ആ പയ്യന് എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് അവരെന്നെ വന്ന് കണ്ടിരുന്നു. ഹരി വിചാരിച്ചാൽ. ഫാദർ പറഞ്ഞതല്ലേ, നമുക്ക് നോക്കാം. അവനോട് ഓഫീസിൽ വന്നൊന്ന് കാണാൻ പറയും. ഓ, നമസ്കാരം. നമസ്കാരം. ഇതാര്? ഏട്ടനെ കാണാൻ വന്നതാവും അനിയൻ അല്ലേ? നിനക്ക് വീട്ടിലേക്ക് വന്നാലെന്താടാ? ആ, അവിടെ സുറുമിയെ കേറ്റത്തില്ലല്ലോ, പിന്നെ ഇതിന് ഞാൻ അവിടെ വരണം. ആര് പറഞ്ഞു സുറുമിയെ കേട്ടില്ലെന്ന്? സുറുമിയും കുട്ടി അങ്ങോട്ട് വാന്ന് പറഞ്ഞു മടുത്തു ഞാൻ. ഹരിനാരായണന്റെ വീട്ടിലേക്ക് ധൈര്യമായിട്ട് വരാം നിങ്ങൾക്ക്. ആ, അത് വലിയേട്ടൻ്റെ ഒരു പ്രശ്നമാവത്തില്ലായിരിക്കും. പക്ഷെ മറ്റുള്ളവരോ? എന്തിനാ വെറുതെ ഒരു മുഷിച്ചിലുണ്ടാക്കുന്നത്? ജാതിയും മതവും നോക്കാതെ വലിയേട്ട ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ കെട്ടി. ഞാനും അതേ ചെയ്തോളൂ. വലിയേട്ടനാണ് എന്റെ മാതൃക. ഏട്ടൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കെട്ടി, അനിയനൊരു മുസ്ലിമിനെയും. ഇതാണ് യഥാർത്ഥ മതസൗഹാർദ്ദം. അതൊന്നും പലർക്കും മനസ്സിലാവുന്നില്ലല്ലോ ഫാദർ. അവരൊക്കെ എന്റെ സുറുമിയെ പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല. അന്ന് മനസ്സിനേറ്റ മുറിവ് ഒന്നും ഉണങ്ങാതെ കിടക്കുക. ബഹുജനം പലവിധമല്ലേ. ചിലതൊക്കെ മറക്കാനും പൊറുക്കാനും ശീലിച്ചാലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കൂ. അന്യോന്യം സ്നേഹിക്കാൻ മാത്രമാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. പക്ഷെ പ്രാവർത്തികമാക്കുന്നത് മറ്റു പലതുമാണ്. വർഷങ്ങൾക്ക് മുമ്പ് അശരണരായ 3 പേര് ഓടിക്കിതച്ചെൻ്റെ മുന്നിലെത്തി. കനിയും ഉണ്ണിക്കുട്ടനും പറക്കമുറ്റാത്ത മണിക്കുട്ടിയും. അവരുടെ പേരല്ലാതെ മറ്റൊന്നും ഞാൻ ചോദിച്ചില്ല. അന്ന് അവർക്കവിടെ അഭയം കൊടുത്തതിൻ്റെ പേരിൽ നിരന്തരം ക്രൂശിക്കപ്പെട്ട ആളായി ഞാൻ.
കർത്താവിൻ്റെ മുന്നിൽ ഞാൻ ചെയ്തതൊക്കെ ശരിയായിരുന്നു. അവര് 3 ആളും ഇന്ന് ഈ പള്ളിയുടെ ഭാഗമാണ്. അവിടെ മതത്തിനും കുലത്തിനുമൊക്കെ എന്ത് പ്രസക്തി? നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ പ്രാർത്ഥന. അതിലപ്പുറം ഒന്നുമില്ല. മുലകുടി മാറാത്ത കുഞ്ഞിനെ കനിയെ ഏൽപ്പിച്ച് കനിയുടെ ചേച്ചി പോയി. പിന്നെ കനിയായി മണിക്കുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ. കനിയുടെ ജീവിതം തന്നെയാണ് മണിക്കുട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ആ മഹത്വം കാണാതിരിക്കുന്നത് എങ്ങനെയാ? പറഞ്ഞു വരുമ്പോ അവരോട് കടപ്പാട് എനിക്കുണ്ട്. ഏഞ്ചൽ മോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവിടെ വന്ന് അവരോടൊപ്പം കഴിയുമ്പോഴാ. അതങ്ങനെയാ. ചില ബന്ധങ്ങളെ ഒന്നും നിർവചിക്കാനാവില്ല. വല്യേട്ട, ഏഞ്ചൽ എവിടെ? ഇവിടെ വന്നാൽ ഏഞ്ചൽ എവിടെയാ ഉണ്ടാവുക? മണിക്കുട്ടിയുടെ കൂടെ കളിക്കുന്നുണ്ടാവോ? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ശരി ശരി, അങ്ങനെ ആവട്ടെ. ശരി. ജയനും ഏഞ്ചലും നല്ല കൂട്ടാ. ഇനി അവരായിക്കോളും. ജയനാരായണന് വാശി അല്പം കൂടുതലാണെന്ന് തോന്നുന്നു, അല്ലേ? സുറുമിയെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ അവനെ സൂര്യനും ആതിരയും തനൂജയുമൊക്കെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. അച്ഛൻ മൗനം പാലിച്ചു. അതിന്റെ ഒരു ചൊടി അവന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ മാറിക്കോളും. ഒരേ ചോരയല്ലേ. ഞാൻ ഇറങ്ങട്ടെ ഫാദർ, വൈകിട്ട് വന്നോളാം. പിന്നെ ആ പയ്യന്റെ കാര്യം മറക്കല്ലേ. ഇല്ല ഫാദർ. ശരി ശരി. ചുട്ടാരി, കളിക്കുമായിരുന്നോ കുഞ്ഞുപ്പയുടെ മോള്? ആഹാ, എടി മണിക്കുട്ടി കുട്ടി, നീ വാ. ഒരു സമ്മാനം തരട്ടെ. ആ, ഇഷ്ടമായ? അത് ഇനി വരുമ്പോ കൊണ്ടുവരാം. എന്തുവാടി ഇത്? എന്നത്തെ പോലല്ല, ഇനി വരുമ്പോ ഉറപ്പായിട്ട് കൊണ്ടുവരും. പോരെ? ആരെ കൊണ്ടുവരുന്ന കാര്യ? സുറുമിയാണോ കൊണ്ടുവന്നത് തന്നെ? നിങ്ങൾ പോയി കളിച്ചോ. പതുക്കെ വീഴല്ലേ. ഇങ്ങോട്ട് വരണമെന്നും എല്ലാരെയും കാണണമെന്നും സുറുമിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ചില വേലിക്കെട്ടുകളുണ്ടല്ലോ. ഇപ്പൊ എന്തായാലും ഒരു സ്വസ്ഥതയും സമാധാനമുണ്ട് ജീവിതത്തില്. ആ, ഉണ്ണിയെ കണ്ടിരുന്നു വഴിയില്. ഉണ്ണിയുടെ കോഴ്സ് തീരാറായില്ലേ? 1 വർഷം കൂടിയുണ്ട്. ആളങ്ങ് വളർന്നു, പെണ്ണ് കെട്ടിക്കാറായി. ആ, അതിനുമുമ്പ് വേറൊരാളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണമല്ലോ. ആരുടെ? നമ്മുടെ കാര്യം തന്നെ. ഈ ബൈബിളിൽ പറയുന്നുണ്ട് ഓരോ അരിമണിയിലും ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണല്ലോ സുറുമി എനിക്ക് കിട്ടിയത്. എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാവണം. കനിക്ക് മാത്രമായിട്ടൊന്നും മാറി നിൽക്കാനാവില്ല. ഓ, എങ്ങോട്ട്? ഞങ്ങളോട് കളിക്കാൻ. ഞാനോ? എന്താ ഇത് കളിക്കാൻ വാ. എന്താ ഇത് പിള്ളേരുടെ കാര്യം? ഞാനൊന്നും പോയിട്ടിരാം. നാണം കെടുത്തൊന്നുമില്ല. എന്നാ പിന്നെ ഇന്ന് കളിച്ചിട്ട് തന്നെ വേറെ കാര്യം. വാ, അതൊക്കെ പോട്ട്. എന്ത് കളി കളിക്കണം? സ്റ്റോൺ പേപ്പർ സിസേഴ്സ്. അയ്യോ, അത് എനിക്ക് അറിയത്തില്ല. അതൊക്കെ ഞാൻ പഠിപ്പിച്ചുതരാം. വാ.
വിട് സ്റ്റെഫി. അപ്പൊ ഞാനൊന്ന് തൊട്ടാ വരെ എന്നെ തിരിച്ചറിയുന്നുണ്ടല്ലേ? അതിന്റെ അർത്ഥം ഞാൻ ഈ മനസ്സിലുണ്ടെന്നല്ലേ? അതൊന്നുമല്ല. ഇങ്ങനെ വിവരക്കേട് കാണിക്കുന്ന വേറെ ആരും ഇവിടെ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു മടുത്ത കാര്യമാ. നിന്റെ ഈ കുട്ടികളി മാറ്റണം. ഇത് കുട്ടിക്കളിയൊന്നും അല്ല. ഐ ആം സീരിയസ്. നമ്മൾ തമ്മിൽ പ്രായത്തിന്റെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ ഇപ്പോഴത്തെ ഒരു ഫാഷനാ. ചേച്ചിയുടെ മരണശേഷം അനിയത്തെ ഭാര്യയാക്കി എത്രയോ പേരുണ്ട് ഇവിടെ. ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ആ ഗണത്തിൽ നീ എന്നെ പെടുത്തണ്ട. എന്റെ ആനിയുടെ അനിയത്തിയാ നീ. ആനിയെ ഞാൻ വിവാഹം കഴിക്കുമ്പോ നിനക്ക് ഏതാണ്ട് ഏഞ്ചലിന്റെ പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള നിന്നെ വേറെ ഒരു രീതിയിലും കാണാനാവില്ല എനിക്ക്. അതൊക്കെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് മാറിക്കോളും. ഓരോ സെക്കൻഡിലും ലോകം മാറിക്കൊണ്ടിരിക്കുക. ഈ പഴഞ്ചൻ ചിന്താഗതികളൊക്കെ മാറ്റിവെച്ച് അതിന്റെ കൂടെ ചേര്. തിരുമുറ്റത്ത് ഹരിനാരായണന്റെ ഭാര്യയാകുന്നത് ഞാൻ സ്വപ്നം കണ്ടു കഴിഞ്ഞു. ഇനി അത് നടന്നേ തീരൂ. ഭ്രാന്ത് പറയാതെ നീ ഇവിടുന്ന് പോകുന്നുണ്ടോ? അതെ, എനിക്ക് ഭ്രാന്ത. തിരുമുറ്റത്ത് ഹരിനാരായണനോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ ഭ്രാന്ത്. എന്നെ വേണ്ടെങ്കിലും എനിക്ക് വേണം നിങ്ങളെ, ഏഞ്ചലിനെയും. എല്ലാം ഞാൻ സ്വന്തമാക്കും. ഈ മുറിയിൽ കിടക്കും ഞാൻ. എന്റെ ചേച്ചി പ്രസവിച്ച ഏഞ്ചൽ അനാഥയാകാൻ പാടില്ല. അവളെ എനിക്ക് സ്നേഹിക്കണം, ലാളിക്കണം. അതിനൊന്നും ആരും ഇവിടെ തടസ്സം നിന്നില്ലല്ലോ. നിനക്ക് ഏഞ്ചലിനെ സ്നേഹിക്കാം, കൊഞ്ചിക്കാം. അങ്ങനെ പോരാ. അതെല്ലാം അധികാരത്തോടെ, അവകാശത്തോടെ ചെയ്യണം എനിക്ക്. ഈ സ്റ്റെഫി ആരുടെങ്കിലും ഭാര്യയാകുന്നുണ്ടെങ്കിൽ അത് തിരുമുറ്റത്ത് ഹരിനാരായണന്റെ ഭാര്യയായിരിക്കും. അതെ, ഏഞ്ചലിന്റെ പപ്പയുടെ കയ്യിലുള്ളൊരു സാധനം ഇല്ലേ, ഡാബ്, അതുപോലത്തെ ഒന്നേ ഉണ്ണിക്കുത്തന് കൊണ്ടുവന്ന്. പക്ഷെ അതില് കനിമയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ, പപ്പയുടെ ഫോട്ടോ ഇല്ല. പപ്പയുടെ ലാപ്ടോപ്പിലും ടാബിലും ഒക്കെ മമ്മിയുടെ ഫോട്ടോ ഉണ്ടെങ്കിലും എനിക്ക് മമ്മി ഇല്ല മണിക്കുട്ടി. മണിക്കുട്ടിക്ക് കനിയന്റെ ഇല്ലേ? എന്റെ മമ്മി പപ്പയൊക്കെ കനിമ തന്നെയാണെന്നാ ഉണ്ണിക്കുത്തൻ പറഞ്ഞേ. എനിക്കും എല്ലാം എന്റെ പപ്പ തന്നെയാ. എന്നാലും ഒരു മമ്മി വേണമായിരുന്നു. ഹായ് ഏഞ്ചൽ മോളെ. മോളെ കാണാനായിട്ടാ ഞാൻ വന്നത്. എന്തിന്? ഏഞ്ചൽ മോളെ കാണാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും കാരണം വേണോ? മോളുടെ മമ്മിയുടെ സ്ഥാനത്തല്ലേ ഞാൻ. ദാ ചോക്ലേറ്റ്സാ. എനിക്ക് വേണ്ട. വാങ്ങിക്കടാ, നല്ല ചോക്ലേറ്റാ. വാ ഏഞ്ചലെ. എന്തൊക്കെയുണ്ട് കനി, സുഖം തന്നെ അല്ലേ? അതെ. ഏഞ്ചലിനെ ഇങ്ങനെ മയക്കിയെടുക്കാൻ എന്ത് വശീകരണ മന്ത്രമാ നീ പ്രയോഗിച്ചത്? അങ്ങനെയുള്ള ഒരു മന്ത്രവും തന്ത്രവും ഒന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഏർപ്പാടുകളൊന്നും എനിക്ക് വശവുമില്ല. ഏഞ്ചലിന് മണിക്കുട്ടിയെ വലിയ കാര്യമാ, മണിക്കുട്ടിക്ക് തിരിച്ചും. കുട്ടികളുടെ മനസ്സിൽ കള്ളത്തരങ്ങളൊന്നുമില്ല. അല്ല, അങ്ങനെ വല്ല വശീകരണ മന്ത്രമോ പൊടിയോ ഉണ്ടെങ്കിൽ എനിക്കും വേണമായിരുന്നു. ഒരാളിൽ പ്രയോഗിക്കാനാ. ചേച്ചി, ആഹാ, ആളിവിടെ ഉണ്ടായിരുന്നോ? ഉണ്ണിക്കുട്ടൻ ദിവസം കഴിയുന്തോറും സുന്ദരനായി വരികയാണല്ലോ. ഇവിടെ വന്നാ ഇടയ്ക്കൊക്കെ നമുക്കും ദർശനം തരണം കേട്ടോ. അല്ല, ഇതെങ്ങോട്ടേ ബാഗൊക്കെ ആയിട്ട്? ബാംഗ്ലൂരിലേക്ക് വന്നിട്ട് 2 ദിവസമായി. ഓ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്റെ വണ്ടിയുണ്ട്. വേണ്ട, എന്നെ ഒരു അന്യായി കാണാതെ ഉണ്ണിക്കുട്ട. അതല്ല, കുറച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നുള്ളൂ. ഓ, അത് ശരി. കാണാം നമുക്ക്. കാണാൻ നമുക്കെന്നോ? എന്തിനാ കാണുന്നേ? അവളോടൊക്കെ മിണ്ടിയാ തന്നെ പ്രശ്നോ? കനിച്ചേച്ചി വെറുതെ ടെൻഷൻ ആവാതെ. ആരെയും നന്നാക്കി എടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. നീ ഇറങ്ങുവാണോ? ഉണ്ണിക്കുട്ട വാ കളിക്കാം. അയ്യോ, ഇപ്പൊ പറ്റില്ല മണിക്കുട്ടി. ബാംഗ്ലൂരിലേക്ക് പോകാൻ ഇറങ്ങിയതാ. വേണ്ട, ഉണ്ണിക്കുട്ടൻ പോവണ്ട. പോവാതിരിക്കുന്നത് എങ്ങനെയാ മണിക്കുട്ടി? ഉണ്ണിക്കുട്ടിന് പഠിക്കണ്ടേ? ഉണ്ണിക്കുട്ടൻ പോയാ പിന്നെ എപ്പോഴാ വരിക? മണിക്കുട്ടി മനസ്സിൽ വിചാരിച്ചാ മതി, അപ്പൊ ഞാൻ ഇവിടെ എത്തും. കനിച്ചേച്ചി, മണിക്കുട്ടി, എഞ്ചില് മോളെ പോട്ടെ. എത്തിയാലുടനെ വിളിക്കണം കേട്ടോ. ശരി ചേച്ചി. മോളെ, ഏയ് മണിക്കുട്ടി നിക്ക്.
മണിക്കുട്ടി കരയല്ലേ മണിക്കുട്ടി. മണിക്കുട്ടി പറഞ്ഞാ എനിക്ക് കരച്ചില് വരും. ഉണ്ണിക്കുട്ട പഠിക്കാൻ പോയതല്ലേ ഉണ്ണിക്കുട്ടേട്ടൻ. എന്നെ ഇവിടെ വിട്ടിട്ട് എന്റെ പപ്പ പോയില്ലേ, എന്നിട്ട് ഞാൻ കരഞ്ഞോ? മണിക്കുട്ടി മനസ്സ് വിചാരിക്കുമ്പോ ഇവിടെ എത്തുമെന്ന് ഉണ്ണിക്കുട്ടേട്ടൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ കരയുന്നേ? ഒരു കാര്യം ചെയ്, മണിക്കുട്ടി എന്റെ കൂടെ വാ, എന്റെ വീട്ടിലേക്ക്. ഞാൻ കാര്യത്ത് പറഞ്ഞതാ, എന്റെ വീട്ടിലേക്ക് പോവാ മണിക്കുട്ടി. വാ വാ മണിക്കുട്ടി വാ. കനിയാന്റി, മണിക്കുട്ടിയെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. അയ്യോ ഏഞ്ചൽ, അത് ഉണ്ണിക്കുട്ടിയേട്ടൻ പോവെന്ന് പറഞ്ഞ് മണിക്കുട്ടി കരഞ്ഞോണ്ടിരിക്ക. എന്റെ വീട്ടിലേക്ക് വന്ന എല്ലാം ശരിയായിക്കോളും. പ്ലീസ് ആന്റി. ശരി, മണിക്കുട്ടി സൂക്ഷിച്ചോളണേ. വാ മണിക്കുട്ടി. ഇറങ്ങോ മണിക്കുട്ടി. അയ്യോ എന്ത് വലിയ വീടാ. വാ മണിക്കുട്ടി. ഹായ് ആന. ഏഞ്ചലെ, അന്നൊരു ദിവസം കണ്ട ആനയ്ക്ക് വേറൊരു നിറായിരുന്നില്ലേ? ഈ ആന എന്താ ഇങ്ങനെ? ഇത് പ്രതിമയല്ലേ മണിക്കുട്ടി? പ്രതിമയാ? ആനയല്ലേ ഇത്? എന്നെ പറ്റിച്ച നോക്കണ്ട. ആന തന്നെ, ആനയുടെ പ്രതിമ. അപ്പൊ പ്രതിമയ്ക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാലോ. വാ നമുക്ക് അകത്തേക്ക് വാ. വാ മണിക്കുട്ടി. അയ്യോ, ഇതെന്താ ഈ കുളത്തില് വെള്ളം ഇല്ലാത്ത? മണിക്കുട്ടി ഇത് കുളമല്ല. വാ നമുക്ക് അപ്പുറത്തേക്ക് വാ. ഇതാ ഞങ്ങളുടെ മുറി. ഹായ്, നല്ല രസമുണ്ട്. ഹായ്. ഇതാരാ? എന്റെ മമ്മിയാ. മമ്മി വാ വേറെ സൂത്രം കാണിച്ചു തരാം. ഇതാ അതിരപ്പിച്ചിട്ട് മുറി. ഹായ്. ഹായ്. പൂവ്. മഴയില്ല. എന്ത് രസാ. മണിക്കുട്ടി, ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. വാ. വാ മണിക്കുട്ടി. അയ്യോ, ആരെയാ മുറി കയറിയത്? ഇതാകെ നാശമാക്കിയല്ലോ. ഈശ്വരാ, എന്റെ സാരി. അമ്പിളിയേട്ടാ, അമ്പിളിയേട്ടാ. ഓ, എന്താ അതിരെ? എന്താ ആതിരേന്നും ഇത് കണ്ടില്ലേ? അയ്യോ, ആരാ ഈ പണി ഒപ്പിച്ചത്? ഞാനല്ല. പിന്നെ ആ, ചിലപ്പോഴേ അവരായിരിക്കും. ആര്? ഏഞ്ചലിന്റെ കൂടെ ആ മണിക്കുട്ടിയും കണ്ടു. അവള് ലക്കുലകാനുമില്ലാതെ ഇവിടെ കയറി വിളയാടിയിട്ടുണ്ടാവും. ഒരു ഫംഗ്ഷന് പോകാനായി റെഡിയാക്കി വെച്ച സാരി അവളും പോരാത്തതിന് കോസ്റ്റ്ലി. അവളെ ഞാൻ ശരിയാക്കുന്നുണ്ട്. അതിന് ഞാനുണ്ട്. ഉടല്ലേ സൂക്ഷിച്ചേ. പിടിച്ചില്ലല്ലോ. നിക്കൂല. എന്നെ പിടിക്കാൻ പറ്റില്ലല്ലോ. നീ എന്തിനാടി ഈ മന്ദബുദ്ധിയും കൊണ്ട് എന്റെ മുറി കയറിയത്? നാശം, എല്ലാം വാരി വലിച്ച് നശിപ്പിച്ച് വെച്ചിരിക്കുക. ഈ സാരി ഉടുത്ത് എനിക്കൊരു ഫംഗ്ഷൻ പോകാനുള്ളതാ. കുട്ടികളല്ലേ, ക്ഷമിച്ചേക്കേ.
ഒന്ന് ഇസ്തിരിയിട്ട് സാരി ശരിയാക്കാവുന്നതല്ലേ ഉള്ളൂ. അതിനിങ്ങനെ വീട് കുലുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ശരിയാ. മക്കളെ, നിങ്ങൾ പോയി കളിച്ചോ. ചെല്ലേ. നിസ്സാര കാര്യത്തിന് ഇങ്ങനെ ബഹളമുണ്ടാക്കുന്ന എന്തിനാതിരെ? കുട്ടികളുമായി സഹവാസമില്ലാത്തതിൻ്റെ കുഴപ്പമായത്. കളിച്ച് രസിക്കേണ്ട പ്രായമല്ലേ അവരുടേത്. രസിക്കട്ടെ. അതിനിടയിലുണ്ടാവുന്ന കുറ്റങ്ങളും അബദ്ധങ്ങളും നമ്മളങ്ങ് ക്ഷമിച്ചേക്കണം.